നവമി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം നടി ശിവാനി ചേരുന്നുണ്ട്. ഡോക്ടർ ശിവാനി സമാജ്വാദി പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ഓഫ് കൾച്ചറൽ വിംഗ്. ശിവാനി അങ്ങനെയാണ് ബ്രാൻഡ് അംബാസഡർ ഫോർ ദിവ്യാങ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. ശിവാനി, സ്വാഗതം. ശിവാനിയുടെ അഭിമുഖം ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചിരുന്നു. അതിൽ ചില അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. ശിവാനി സിനിമയിൽ ഒരുപാട് വർഷമായി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതിലൊക്കെ പ്രതികളായിട്ടുള്ളത് നമ്മുടെ മുഖ്യധാര നടന്മാരാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യില്ല എന്ന് കരുതിയ പല ആൾക്കാരുമാണ്. ഇത്തരം ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വരുന്ന ഈ ആരോപണങ്ങളെ, ഈ വെളിപ്പെടുത്തലുകളെ ശിവാനി എങ്ങനെയാണ് സമീപിക്കുന്നത് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ? ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അത്രയ്ക്കും ഇപ്പൊ ഈ പറയുന്ന ആളുകളെയൊക്കെ എനിക്ക് സിനിമയിലൂടെ എല്ലാം പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല അനുഭവങ്ങളുണ്ട്, മോശം അനുഭവമുണ്ട്. നമുക്ക് രണ്ട് സംസാരിച്ചു നല്ല അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പറഞ്ഞോളൂ. കൂടുതലും നല്ല അനുഭവമാണ്. കാര്യം എനിക്ക് പടം എന്താ പറയാ, എന്നെ സെറ്റിൽ കൊണ്ടുവന്ന് 3 ദിവസം ഇരുത്തി തിരിച്ചു വിടാൻ പോയ സമയത്ത് എന്നെ അവിടെയുള്ള നടൻ ലാൽ സാറ്, മോഹൻലാലാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ പറഞ്ഞു വിടരുത്, ഒരാളെ വിഷമിപ്പിക്കരുത് കരുതി എന്നെ ഇരുത്തിയിട്ടുണ്ട് അവിടെ. സോ എനിക്കറിയാം. ഏത് സിനിമയായിരുന്നു? ഏത് സിനിമ സെറ്റിലായിരുന്നു ശിവാനി? ചൈന ടൗണിന്റെ സെറ്റിലായിരുന്നു. ചൈന ടൗൺ ഒരു വലിയ മൾട്ടി ആർട്ടിസ്റ്റുകൾ, ഒരുപാട് സൂപ്പർ താരങ്ങളുടെ ഒരു സിനിമയായിരുന്നു അല്ലെ? അതില് ശിവാനി നല്ല റോൾ ഉണ്ടായിരുന്നു അല്ലെ? ഇല്ല, എനിക്കൊരു ചെറിയ റോളാണ്. ലൈക്ക് ഒരു ഗസ്റ്റ് റോള് പോലെയാണ് അവർ പറഞ്ഞിരുന്നത്. 3 ദിവസമേ ഉള്ളൂ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ദിവസം കാണില്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. എന്നിട്ട് എന്തായിരുന്നു, 3 ദിവസം ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചോ? ഇല്ല, 3 ദിവസം ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു. അവർ തമ്മിൽ എന്തോ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നേരത്തെ ഒരു മോശം അനുഭവം ഉണ്ടായ ആർട്ടിസ്റ്റ് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ പറഞ്ഞയക്കണം, എന്നെ അഭിനയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് ഈ സിനിമയുടെ ഭാഗമായിരുന്നോ? എന്തിനാവശ്യമില്ലാത്തൊരു, ഞാൻ പറയില്ലേ, എനിക്ക് പരാതി ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ അത് പരാതിപ്പെട്ടു. എന്റെ പരാതി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്തായിരുന്നു ശിവാനി അനുഭവം? എന്തായിരുന്നു ഈ മോശം അനുഭവം എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു അതൊന്ന് പറയാമോ? ഡോറിൽ മുട്ടുന്നുണ്ടായിരുന്നു രാത്രി. എനിക്കൊന്ന് 12-1 മണി ആ ടൈമിന് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തുറക്കുമ്പോഴത്തേക്കും ആൾ ഓടി പോവുമായിരുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് 2-3 വട്ടമായപ്പോ നമ്മൾ ആളിനെ കണ്ടു. ഞങ്ങളത് ഹോട്ടലുകാരോട് പറഞ്ഞു, ഇത് കണക്ക് ഞങ്ങളുടെ ഡോറിൽ തട്ടുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അവിടെ ഒരു ചെറിയ ഡ്രിങ്ക്സ് പാർട്ടി നടക്കുകയാണ്, മേ ബി അതുകൊണ്ടായിരിക്കാം, കുടിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ ഒരു അനുഭവം റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങള് ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും എല്ലാം പരാതി പറഞ്ഞായിരുന്നു. ഒന്നിലും ഞങ്ങൾ അവിടെ മാറ്റണമെന്നാ പറഞ്ഞത്. അത് എത്ര വർഷം മുമ്പാണ്? ഈ സിനിമയിൽ അഭിനയിക്കാൻ എത്ര വർഷം മുമ്പാണ്? തൊട്ടടുത്ത സമയത്താണോ? അത് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ പരാതി അവിടെ കഴിഞ്ഞു. ഞാൻ സിനിമയിലെ നല്ല വശങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ, കാര്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം മോശങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നല്ല ആളുകളും ഉണ്ട്. ജനറലൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല, അതായത് എല്ലാവരും മോശമാണ്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയാ, ഫേസ്ബുക്ക് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഓൺലൈൻ മീഡിയ എല്ലാം വരുന്നത് എല്ലാവരും മോശം എന്നുള്ള തരത്തിലാണ് വരുന്നത്. ഒരുപാട് നല്ല ആളുകളുണ്ട്, കുറച്ചു പേര് കാണും മോശമായിട്ടുള്ള ആളുകൾ, കുറച്ചു പേര് കാണും. അതിപ്പോ ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ടല്ലോ. അതെ ശിവാനി, ഈ പറഞ്ഞ ഈ സിനിമയിൽ അന്ന് ശിവാനി ഒറ്റയ്ക്കായിരുന്നോ റൂമിൽ, അതോ ആരെങ്കിലും അമ്മയോ മറ്റോ കൂട്ടുണ്ടായിരുന്നു? അമ്മയാ പരാതിപ്പെട്ടത്. അമ്മയും പേടിച്ചു കാണും അല്ലെ, ഇങ്ങനെ തുടർച്ചയായി തട്ടുമുട്ടൊക്കെ? അമ്മ നല്ലോണം പേടിച്ചു. അമ്മ പക്ഷെ ബോൾഡായിട്ട് നിന്നു. കാര്യം എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ നിന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് പരാതിപ്പെട്ടു. പക്ഷെ ഈ നടൻ നമ്മള് ലൊക്കേഷനിലൊക്കെ വെച്ച് കണ്ട വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. രാത്രി അങ്ങനെ ഒരു കാര്യം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പകൽമാനാണല്ലേ? പകല് സംസാരിക്കുമ്പോ യാതൊരു പ്രശ്നവുമില്ല, രാത്രി വന്ന് വാതിൽ തട്ടുക. സംസാരിക്കുമ്പോ എന്താ പറയാ, നമ്മളെല്ലാരും കംഫർട്ട് ആക്കി വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഓടിപ്പോകുന്നത് കണ്ടോ ശിവാനി? കണ്ടോ ഈ തട്ടിട്ട് ഓടുന്നത് കണ്ടോ? അമ്മയുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. 3ാമത്തെ പ്രാവശ്യം ഞങ്ങള് എന്താ പറയാ, എന്റെ അമ്മ ഉണർത്തി എന്നെ. ആദ്യത്തെ തവണ തട്ടിപ്പെടുമ്പോൾ ഞാൻ ഉണർന്നിട്ടില്ലായിരുന്നു. അപ്പൊ 2-3 പ്രാവശ്യം ഇത് കണക്ക് ഓടി പോകുന്നുണ്ട്, നമുക്ക് ഇത്തവണ എന്തായിരുന്നാലും തട്ടുമ്പോ തന്നെ തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ആള് മദ്യപിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഉണ്ടായിരിക്കും. ഞാൻ റിസപ്ഷനിൽ തിരക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഡ്രിങ്ക്സ് പാർട്ടി നടക്കുന്നുണ്ട്, നിങ്ങളുടെ റൂമിന് ഓപ്പോസിറ്റ് തന്നെ പറഞ്ഞത്. എന്താ, ആരോടാ പരാതിപ്പെട്ടത് പിന്നീട് ശിവാനി?
ഡയറക്ടറോടും അമ്മ രാവിലെ തന്നെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു, അതിന്റെ പ്രൊഡ്യൂസർ, റൈറ്റർ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിരുന്നു ഇതേ കണക്ക്. കാര്യം ആദ്യം ഞങ്ങൾ സ്ത്രീകളധികം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് മാറ്റണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് നടപടി ഉണ്ടായോ? പിന്നെ അങ്ങനെ ഒരു ശല്യമേ ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു വൈരാഗ്യമായിട്ട് അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവം ഉണ്ടായില്ല. ശിവാനി തുടർന്ന് അഭിനയിക്കുകയും ചെയ്ത സിനിമയിൽ അല്ലേ? അതെ 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 അഭിനയിച്ചു പൂർത്തിയാക്കി. സെറ്റിൽ കാണുമ്പോഴൊന്നും യാതൊരു ഭാവഭേദവും ഇല്ല? ഒന്നുമില്ല. അതായത് പിറ്റേ ദിവസം കണ്ടിട്ട് പോലും, ഈ പരാതിക്ക് ശേഷം പോലും അദ്ദേഹം നോർമൽ ആയിട്ടാണ് നിന്നത്. അദ്ദേഹത്തിന് പറ്റിയല്ല പരാതി പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് നിന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ 5 പടം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ 5 പടത്തിന്റെ ക്രൂവും ഏറ്റവും നന്നായിട്ട് എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളൂ, ഈ ഇദ്ദേഹം ഒഴിച്ച്. പിന്നീട് ഈ പറഞ്ഞതുപോലെ അടുത്ത സിനിമയിൽ ചെന്നപ്പോഴാണ് ശിവാനിയെ അഭിനയിപ്പിക്കേണ്ട എന്ന് ഈ സംവിധായകനോടും നിർമ്മാതാവിനോടും മറ്റും ഈ നടൻ തന്റെ സ്വാധീനം വെച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അല്ലേ? ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അവരും മേ ബി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അതായിരിക്കും ഞാൻ ആ 3 ദിവസം അവിടെ. കാര്യം ഇപ്പൊ ആന്റണി പെരുമ്പോൾ, അനുചേട്ടനാണെങ്കിലും എല്ലാവരും എന്നെ നമ്മളൊരു ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരൊന്നും അങ്ങനെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ടോ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പോണില്ല. പക്ഷെ എന്നാലും ഞാൻ അവിടെ 3 ദിവസം ഇരുന്നിരുന്നു. എത്ര ദിവസത്തെ കോൾ ഷീറ്റ് ആണ് വാങ്ങിയത് സിനിമയ്ക്ക് വേണ്ടി? 3 ദിവസത്തേക്ക് ഒരു എമൗണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഏകദേശം 7-8 ദിവസത്തോളം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. അതായത് ആദ്യത്തെ 3 ദിവസം അഭിനയിപ്പിച്ചതേ ഇല്ല? പിന്നീട് ചോദിച്ചോ, ആന്റണിയോട് ചോദിച്ചോ എന്തുകൊണ്ടാണ് എന്നെ അഭിനയിപ്പിക്കാന്ന് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല, എനിക്ക് അറിയത്തുമില്ലായിരുന്നു. ഇപ്പൊ പല റീസൺസ് പറയുന്നുണ്ടായിരുന്നു. കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് വന്നില്ല, വൈകുന്നേരമായിരുന്നു അതിന്റെ ഷൂട്ട്. അതായത് ഞാൻ രാവിലെ 11 മണിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഷൂട്ട് ചെയ്യണമെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ അന്നുമില്ല. ഒരു 3 ദിവസം ഞങ്ങൾക്ക് വർക്ക് ഇല്ലായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 4ാമത്തെ ദിവസം ഞാൻ അഭിനയിച്ചു. വൈകുന്നേരം ആനച്ചേട്ടൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചില്ല എന്താ പ്രശ്നമാണെന്ന്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, നിനക്കും ആ ആർട്ടിസ്റ്റിനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ നിന്നെ അഭിനയിപ്പിക്കേണ്ട, പല റീസൺസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, എങ്ങനെയും ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ലാൽ സാർ പറഞ്ഞു ഒരു പെൺകുട്ടിയാണ്, അതിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടാൻ പാടില്ല. അങ്ങനെ ലാൽ സാറിന്റെ സപ്പോർട്ടിലാണ് ഞാൻ അത് അവിടെ വർക്ക് ചെയ്തത്. പിന്നീട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി മടങ്ങി അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. പിന്നീട് ആ നടൻ ആ സെറ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അതൊന്നും എന്തിനാണ് ആവശ്യമില്ലാത്തൊരു സംസാരം. പേര് പറയാൻ താല്പര്യമില്ല ശിവാനിക്ക്? അതല്ല കാര്യം. എന്റെ പരാതി ഞാൻ അത് അവിടെ സ്പോട്ടിൽ പറഞ്ഞു, അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ ഒരു നല്ല വശം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഇതിലേക്ക് കൊണ്ടുവന്നത്. അല്ലാണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാനോ. കാര്യം ഭാര്യ, കുട്ടികള്, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ കാണില്ലേ, വെറുതെ ഒരാള് ചെയ്ത തെറ്റിന് എല്ലാവരെയും നമുക്ക് കഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. തീർച്ചയായും അത് നല്ല സമീപനമാണ്. അപ്പം ഈ 5 സിനിമകൾ, എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ശിവാനി? 5 പറഞ്ഞത്? മുഴുവനായി എത്ര സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്? പോലീസാണ് ഒരു എന്താ പറയാ, ഒരു ഹീറോയിനായിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തത് രഹസ്യ പോലീസാണ്. ബാക്കിയെല്ലാം ക്യാരക്ടേഴ്സ്, സെക്കൻഡ് ഹീറോയിൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള. ഓക്കെ, അതിലൊക്കെ ഈ പറഞ്ഞ ഈ ഒരു അനുഭവം അല്ലാതെ മറ്റെല്ലാവരും ശിവാനിയോട് വളരെ പോസിറ്റീവായിട്ട് അവരുടെ ഒരു എന്താ പറയാ കൊച്ചനിയത്തി പോലെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണല്ലേ ഈ പറയാനുള്ളത്? അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 2 പേരുണ്ടാവും, ആരെങ്കിലും ഒക്കെ ഉണ്ടാവത്തില്ലേ, നോർമൽ മനുഷ്യരല്ലേ. ഞാനതിന് റിയാക്ട് ചെയ്തു. അല്ല, പലരും പറയുന്നത് ശിവാനി, ഈ നടിമാർ പലരും നമ്മളോട് സംസാരിക്കുന്നത് 2 തരത്തിലാണ്. അന്ന് അവരുടെ സാഹചര്യം വെച്ച് അവർക്ക് ആ റോള് നഷ്ടപ്പെടുമോ, അവർക്ക് പണം നഷ്ടപ്പെടുമോ, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് പലപ്പോഴും തുറന്നു പറയാൻ. എന്തോരം സിനിമ ഒരു വർഷം ഇറങ്ങുന്നത്. ഒരാള് മോശമാണെങ്കിൽ അടുത്തൊരാളെ സമീപിക്കാം നമുക്ക്. ഞാൻ ചാൻസ് വെച്ച് പോയിട്ടില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാനും എന്താ പറയാ, ഞാനതൊരു കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഒരു പ്രൊഫഷൻ ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, അതെ, തുറന്നു പറഞ്ഞ പലരുടെ അവസ്ഥ ഞാൻ പറയുകയായിരുന്നു കേട്ടോ. അവർക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും അവർ നിസ്സഹായരാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ വലിയ വിഗ്രഹങ്ങളാണെന്ന് വിചാരിക്കുന്ന പലരും ഇങ്ങനെ മോശമായിട്ട് പെരുമാറുമ്പോൾ അവർ പോലും അമ്പരന്ന് ആ ഒരു നിമിഷത്തിൽ, ആ ഒരു അവസരത്തിൽ അവർക്ക് പലപ്പോഴും തുറന്നു പറയാൻ പറ്റുന്നില്ല. പിന്നീട് ഒരു ധൈര്യമൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ആളുകൾ തുറന്നു പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ വലിയ വലിയ ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇത്ര മോശക്കാരാണോ, ഇവർക്ക് ഇത്ര ദാരിദ്ര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നത്.
വലിയ വലിയ ആളുകൾ എന്നോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയത്. ഇപ്പൊ ഈ പറഞ്ഞ വിഗ്രഹമൊന്നും എനിക്ക് ഉടഞ്ഞു പോയിട്ടില്ല. അവരൊക്കെ നന്നായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളത്. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ സെറ്റിൽ അങ്ങനെ ഇടിച്ചു കയറി സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഞങ്ങളുടെ ഷോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു പടത്തിന് വേണ്ടിയിട്ട് പോയി സംസാരിച്ചു, ഫ്രണ്ട്ലി ആയി, അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ചെയ്തിട്ടില്ല. വല്ലപ്പോഴും കൂടി ഒരു പടം ഇപ്പൊ എന്താ ശിവാനി പ്രൊഫഷണലി എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാനിപ്പോ പൊളിറ്റിക്സിലുണ്ട്. ഇപ്പൊ സമാജ്വാദിയുടെ കൾച്ചറൽ വിംഗിലെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ ദിവ്യാങ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ക്രിക്കറ്റ്, അതിന്റെ വേൾഡ് കപ്പ് ഇപ്പൊ വരുന്നു, അതിന്റെയൊക്കെ ബ്രാൻഡ് അംബാസഡറാണ്. ഒപ്പം സിനിമാ മേഖലയിലും ഉണ്ടല്ലേ, അഭിനയത്തിലുമുണ്ട്. ഇപ്പൊ ഒരു കഴിഞ്ഞ ഡിസംബറിൽ പടം റിലീസ്, നായികയായിട്ട് തന്നെയുള്ള പടം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഭഗത്ത്, കൈലാഷൊക്കെ ഹീറോസ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള. പിന്നെ ഇപ്പൊ DNA അതിലൊരു സിസ്റ്റർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സമയം കിട്ടുമ്പോൾ വരുന്ന പടങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യും. ഈ ഇങ്ങനെ ബോൾഡായിട്ട് അന്ന് പ്രതികരിച്ചത് കൊണ്ട് പിന്നീട് അത്ര അനുഭവങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വന്നില്ല. പക്ഷെ അതുകൊണ്ട് മറ്റു അവസരങ്ങൾ വല്ലതും ഈ നടൻ നഷ്ടപ്പെടുത്തിയോ? അധികം സിനിമ ഉണ്ടായില്ല, അത്രേ ഉള്ളൂ. അധികം സിനിമ ഉണ്ടായില്ല. ഈ നടൻ തന്നെ പലരോട് വിളിച്ചു പറഞ്ഞു കാണും അല്ലേ? അത് പറഞ്ഞ കുറച്ച് പേരെ എനിക്കറിയാം. അവർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന നടൻ വെക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ ഒരു മേഖല മാത്രമല്ലല്ലോ ഉള്ളത്, സ്ത്രീകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് ഇതല്ലെങ്കിൽ വേറൊരു മേഖല, ആ രീതിയിൽ ഞാൻ അത് എടുത്തോളൂ. ഒരാൾ അഭിനയിപ്പിക്കാൻ സമയമില്ല, ശരി വേണ്ട എന്നേ വിചാരിച്ചോളൂ. അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് പോയി അയാൾക്കെതിരെ ഫൈറ്റ് ചെയ്തതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷെ പല ആളുകളും തുറന്നു പറയാൻ തയ്യാറാവുകയാണ് അവരെ ഉപദ്രവിച്ചവരുടെ പേരുകൾ. അതാണ് ഈ രംഗത്തുണ്ടായ ഒരു വലിയ മാറ്റം. ശിവാനി, നല്ല കാര്യം. കാര്യം എന്താ പറയാ, ഇനി അതൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കുമല്ലോ. നല്ല കാര്യം, പറയുന്നവര് പറയട്ടെ. എന്റെ പ്രശ്നം അന്ന് പരിഹരിച്ചായിരുന്നു. എനിക്ക് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ അപ്പൊ തന്നെ ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ തുറന്ന ശേഷം പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തെളിവുകൾ ഉണ്ടാവില്ല, നീതി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് പറയാനേ പറ്റുള്ളൂ. പിന്നെ ചില ആളുകൾ വ്യക്തി വൈരാഗ്യം തീർക്കാനും ആളുകളുടെ പേരെടുത്തിടും. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നെ ആൾ പീഡിപ്പിച്ചു എന്ന് അങ്ങനെ പറയുന്നവരുണ്ടായി. ജെനുവിൻ കേസസും ഉണ്ട്, ഒപ്പം ഒരു ചെറിയ ലെവലിലെങ്കിലും ഇതുപോലെ വൈരാഗ്യം തീർക്കലുമുണ്ട്. ഈ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ, ഈ പുതിയ പുതിയ നടിമാർ, ന്യൂർ ആർട്ടിസ്റ്റുകൾ അടക്കം രംഗത്ത് വരുന്നു, നടിമാർ രംഗത്ത് വരുന്നു, അതും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ വരുന്നു. അതിന്റെ ഒരു സ്വഭാവം കാണുമ്പോൾ എന്താണ് ശിവാനിക്ക് തോന്നുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഈ ഇൻസിഡന്റ് കണ്ടിട്ടൊന്നുമില്ല. അവർ തമ്മിൽ മാത്രം അറിയാൻ പറ്റുന്നത്. കാര്യം 15 വർഷം 20 വർഷം എന്ന് പറയുമ്പോ തന്നെ തെളിവില്ല, നമുക്ക് അതിന് ദൃസാക്ഷികളോ ഒന്നും നമുക്ക് കൊണ്ട് നിർത്താനും പറ്റത്തില്ല. സോ ജെന്യുവൻ കേസസ് ഉണ്ടാവാം. ഞാൻ പറയട്ടെ, നമുക്ക് അറിയാത്ത കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. എനിക്ക് 100-ൽ 98% നല്ലതും 2% ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള പടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നിടത്ത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വേണ്ട. ശിവാനിക്ക് മറ്റ് ജീവിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട്, ഒരു പക്ഷെ പ്രൊഫഷനൊക്കെ വേറെ. ജീവിക്കാൻ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും നമുക്ക് ജോലിയുണ്ട്, സെറ്റിലാണ്, കുഴപ്പമില്ല. ഈ സിനിമയോട് ഒരു വലിയ പാഷൻ കൊണ്ടൊക്കെ ഇതിലേക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെങ്ങനെയെങ്കിലും പാഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു, 100%-ൽ 2-3% ആളുകൾ മാത്രമേ ഉള്ളൂ മോശം, ബാക്കി ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 5 പടങ്ങളും വലിയ സ്റ്റാറുകളുടെ പടങ്ങളാണ്. ഒരാള് പോലും അവിടെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അതിന്റെ ക്രൂ ആവട്ടെ, എന്താ പറയാ, അതിനകത്ത് അല്ലെങ്കിൽ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരാളും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഒരാൾ മാത്രമാണ് അല്ലെ? നേരിട്ട് വന്ന് കഥ കേൾക്കാനൊന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഈ കഥയൊക്കെ SN സ്വാമിയുടെ ഒരു സിനിമ, അദ്ദേഹം വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങളൊരു കഥ പറഞ്ഞിട്ട് പോയത്. അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങും ഞങ്ങൾ ആരും എവിടെയും വിളിപ്പിച്ചിട്ടില്ല, കഥ കേൾക്കാൻ വാന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ മാത്രമാണ് വില്ലനായിരുന്നത് ശിവാനിയുടെ ജീവിതത്തിൽ. ഒരാള്, അത് ആ ഡോറിൽ തട്ടി. ചിലപ്പോ എനിക്ക് എന്താണെന്നറിയാൻ വയ്യ, തമാശക്കാണെങ്കിൽ 1 മണിക്ക് ചെയ്തത് ശരിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തത്. കംപ്ലൈന്റ് ചിലപ്പോ പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത്രയും ഒരു വൈരാഗ്യം പുള്ളിക്ക് തോന്നാൻ കാരണം. അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ശിവാനിക്ക്? ഇല്ല 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 ഇല്ല, മെമ്പർഷിപ്പ് എടുത്തില്ല. എനിക്ക് അതിന്റെ കാര്യം നമ്മളിതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇടവേള ബാബുചേട്ടനൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വേണ്ട എന്നുള്ളൊരു തീരുമാനം. കാര്യം ഞാൻ ചെന്നൈ സെറ്റിൽഡാണ്. പിന്നെ ഒരുപാട് ക്രൗഡ് അങ്ങനെ ഒന്നും ഞാനും അത്രയും ഒരു അങ്ങനെ നിൽക്കാനും എനിക്കിഷ്ടമല്ല. അവസരങ്ങൾ വന്നാൽ വിളിച്ചാൽ അഭിനയിക്കാൻ പോകും, അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. വിളിക്കും. നമ്മൾ കംഫർട്ട് ആണോ എന്നാണ് ഞാൻ നോക്കുള്ളൂ. ഞാൻ സേഫ് ആണോ, അത് വലിയ പടമാണോ ചെറിയതാണോ. ഞാൻ ഒരുപാട് ചെറുത് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ 4-5 മാത്രമേ വലുതുള്ളൂ. ബാക്കി ഇപ്പൊ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ സേഫ് ആണോ എന്ന് ഞാൻ നോക്കുള്ളൂ. ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സിദ്ദിഖ് സ്ഥാനമൊഴിഞ്ഞു, രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞു. ഇങ്ങനെ ആരോപണ വിധേയർ അവരിത്തരത്തിൽ മാറി നിൽക്കണമെന്ന അഭിപ്രായക്കാർ തന്നെയാണോ ശിവാനിയും? മാറി നിന്നിട്ട് ഡെഫിനറ്റ്ലി ഇത് അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇപ്പൊ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാമല്ലോ. മാറി നിന്നത് നല്ലതാണ്. സ്വന്തമായി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് തന്നെ തോന്നുന്നു. നന്ദി ഡോക്ടർ ശിവാനി ഈ വിലപ്പെട്ട പ്രതികരണങ്ങൾക്ക്. ഏതായാലും ശിവാനി തനിക്ക് സിനിമയിൽ സംഭവിച്ച ഒരു കാര്യം, ഒപ്പം പോസിറ്റീവായി സംഭവിച്ച മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ശിവാനി പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ ഒരു മുഖമാണ്. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ വാതിൽക്കൽ മുട്ടിയ ഒരു പ്രധാനപ്പെട്ട നടനെ കുറിച്ച് പറയുകയായിരുന്നു. അതിൽ അന്ന് പരാതി കൊടുത്തു. അതിനുശേഷം ആ നടൻ തന്നെ ഇടപെട്ട് സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു. പക്ഷേ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒക്കെ ഇടപെട്ട് തന്നെ ശിവാനി ആ സിനിമയിൽ അഭിനയിപ്പിച്ചു. പക്ഷേ ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഈ വിവാദത്തോടെ നഷ്ടമായി എന്നാണ് ശിവാനി